പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, NSS ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ NSS ഗ്രേസ് മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആഡ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ പല സംശയങ്ങളുണ്ട്. NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഇത് എന്നാണ് ഇതിന്റെ ആഡ് ചെയ്തതിന്റെ റിസൾട്ട് വരിക എന്നുള്ളത്. രണ്ട്, നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന്. ഓക്കെ. മൂന്ന്, മോഡറേഷനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയമുണ്ട്. സപ്ലിമായ വിഷയങ്ങളിൽ ആഡ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുമോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഇതിൽ പറയുന്നത്. അഭിജിത് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് ആഡ് ചെയ്ത റിസൾട്ട് എന്ന് വരുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, റിസൾട്ട് ഇതിന്റെ പ്രത്യേകമായിട്ട് റിസൾട്ട് വരില്ല. മുൻവർഷങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിൽ വന്നിരുന്നത് നമുക്ക് 6 സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു ഗ്രേഡ് കാർഡ് ലഭിക്കുമല്ലോ, അതിൽ ഈ റിസൾട്ട് ആഡ് ചെയ്തിട്ടാണ് വന്നിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ഗ്രേഡ് കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റുഡൻസ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതിന്റെ ടൈമിനെക്കാട്ടി 2 മാസം മുമ്പ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ്, ഒരു മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റുഡൻസ് പോർട്ടലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്ത് വരാം. നമ്മളെ റിസൾട്ട് മാറി വരുന്നത് സ്റ്റുഡൻസ് പോർട്ടലിൽ വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ട്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അടുത്തൊരു വസ്തുത, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫൈനൽ ഗ്രേഡ് കാർഡ് ലഭിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഗ്രേഡ് കാർഡ് ലഭിക്കും, അതിൽ മാറിയിട്ടായിരിക്കും വരിക. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാകാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തത്. ഇനി ഇത് ഡേറ്റ് അവസാനിക്കുന്നത് December 6-ന് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന സമയം അവസാനിക്കും. സ്റ്റുഡൻസ് പോർട്ടൽ വഴി ഇതാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുവരെ സ്റ്റുഡൻസ് പോർട്ടൽ ഇനിയും ഉണ്ടാക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എത്രയും വേഗത്തിൽ ഉണ്ടാക്കുക. എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ കോളേജ് ഓഫീസിൽ ചോദിക്കുക. അവർക്ക് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയാൽ പെട്ടെന്ന് ഇത് റെഡിയാക്കി തരുന്നതാണ്. ഈ പ്രശ്നം അവിടെ പരിഹരിക്കണം. പിന്നെ നിങ്ങൾക്ക് കാത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഒന്നാമത്തെ നിർദ്ദേശങ്ങൾ പറയാനുള്ളത്. ഇനി ഇതിന്റെ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ മോഡറേഷൻ റിസൾട്ടും അതുപോലെ സപ്ലി റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പറയണമെങ്കിൽ നമുക്ക് 2-3 റിസൾട്ട് ഒക്കെ എടുത്തു നോക്കണം. ഇപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ എടുക്കുന്നത് ഈ കേസിന്റെ കേസാണ്. ഈ വിദ്യാർത്ഥി 3 സബ്ജക്റ്റിലും പാസ്സായതാണെന്ന് വിദ്യാർത്ഥി പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ വിദ്യാർത്ഥി 3-ലും എന്താണ് ഫെയിൽഡ് എന്നാണ് കാണിക്കുക. അതിന് കാരണം ഈ വിദ്യാർത്ഥി 3 വിഷയവും മോഡറേഷനിലൂടെയാണ് പാസ്സായത്. അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് ആകെ ഈ സെമസ്റ്ററിൽ കിട്ടുന്ന 8 മാർക്കാണ്. ഈ 8 മാർക്ക് മുഴുവനായിട്ട് ഇതിന് കൊടുത്താൽ പോലും ഈ വിദ്യാർത്ഥി എല്ലാ സബ്ജക്റ്റും അപ്പോഴും പാസ്സാവില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ തോൽക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആ വിദ്യാർത്ഥി ചെയ്യേണ്ടത്, ഏറ്റവും ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്കൊക്കെ ഈ മാർക്ക് ആഡ് ചെയ്യാം. മോഡറേഷന്റെ മാർക്ക് ഇവിടെ 6 ആഡ് ചെയ്ത്, ഇവിടെ 1 ആഡ് ചെയ്ത്, അപ്പൊ ഇവിടെ 1 ആഡ് ചെയ്താൽ 2 വിഷയം ഇതിൽ പാസ്സായി. മൂന്നാമത്തെ വിഷയം ഈ അറബിക് എന്ന വിഷയം ഇവിടെ ഫെയിൽഡ് ആണ്, മാർക്ക് ആഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ വിദ്യാർത്ഥി മുൻപ് പാസ്സായത് കൊണ്ട് ബാക്കി മോഡറേഷൻ കിട്ടി, ആ വിദ്യാർത്ഥി പാസ്സാവും. അപ്പൊ ഇത് മോഡറേഷൻ കിട്ടി പാസ്സായ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ലഭ്യമായ മാർക്ക് ആ സബ്ജക്റ്റിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മാർക്ക് മാത്രമേ മറ്റു സബ്ജക്റ്റുകളിലേക്ക് ഈ വിദ്യാർത്ഥിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഈ വിദ്യാർത്ഥിന്റെ കേസിൽ ഈ വിദ്യാർത്ഥി ഈ 2 സബ്ജക്റ്റ് മോഡറേഷനിലൂടെ പാസ്സായതാണ്, ഈ സബ്ജക്റ്റ് ഫെയിൽഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ വിദ്യാർത്ഥി ചെയ്യേണ്ടത് 4 മാർക്ക് ഇവിടെയും 1 മാർക്ക് ഇവിടെയും കൊടുത്തു. പിന്നെ ഈ വിദ്യാർത്ഥിക്ക് 3 മാർക്ക്, ആ 3 മാർക്ക് കൊണ്ട് ഈ 3 സബ്ജക്റ്റിനും കാര്യമില്ല. അപ്പൊ ഈ വിദ്യാർത്ഥി ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്തൽ നിർബന്ധമാണ്. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഓക്കെ, പിന്നെ ഈ വിദ്യാർത്ഥിക്ക് ഇവിടെ ചില വിദ്യാർത്ഥികൾ ചോദിക്കും, എനിക്ക് ഇവിടെ 4-ഉം 1 ആഡ് ചെയ്ത് 3 മാർക്ക് ഉണ്ട്, ഈ 3 മാർക്ക് ഇതിന് വെറുതെ കൊടുത്തിട്ടുണ്ട്. ആ വെറുതെ കൊടുത്തിട്ടുകൊണ്ട് കാര്യമില്ല, ഗ്രേഡ് ചേഞ്ച് ആകുകയാണെങ്കിൽ കൊടുത്തിട്ടത് കൊണ്ടേ കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ വിദ്യാർത്ഥിയുടെ ഇവിടെ നോട്ട് എലിജിബിൾ എന്നാണ് കാണുന്നത് ഈ വിദ്യാർത്ഥിക്ക്. ഓക്കെ, ഈ വിദ്യാർത്ഥി ഒരു സബ്ജക്ട് മാത്രമേ ഫെയിൽഡ് ആയിട്ടുള്ളൂ, പക്ഷെ അവിടെ നോട്ട് എലിജിബിൾ ആയി കാണാം. ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഗ്രേസ് മാർക്കിലൂടെ പാസ്സാവുമെന്ന് വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. നോട്ട് എലിജിബിൾ എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിക്ക് 8 മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉള്ളത്. വിദ്യാർത്ഥി പാസ്സാവേണ്ട മാർക്ക് 35 ആയിരുന്നു. ഈ വിദ്യാർത്ഥിക്ക് പരീക്ഷയ്ക്ക് ഇന്റേണലും എക്സ്റ്റേണലും കൂട്ടിയിട്ട് 27 കുറവുള്ളത് കൊണ്ടാണ് നോട്ട് എലിജിബിൾ. 8 മാർക്ക് കിട്ടിയാൽ ഈ വിദ്യാർത്ഥി പാസ്സാവാത്തത് കൊണ്ടാണ് നോട്ട് എലിജിബിൾ എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് നോട്ട് എലിജിബിൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വിദ്യാർത്ഥിക്ക് ഇതേ കേസിൽ ഈ വിദ്യാർത്ഥി ഇവിടെ സപ്ലിയിൽ പാസ് ചെയ്ത, പക്ഷെ എപ്പോഴും ഇവിടെ ഫെയിൽഡ് എന്ന് കാണുന്നുണ്ട് പറഞ്ഞു.
ഓക്കെ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോ ഇതൊരു ഉദാഹരണം എടുക്കുക. ഈ വിദ്യാർത്ഥിയുടെ സപ്ലിമെന്ററിയിൽ പാസ്സായ ഇവിടെ ഫെയിൽഡ് എന്ന് കാണുന്നുണ്ട്. അതെന്താ ചെയ്യാന്ന് വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ വിദ്യാർത്ഥി സപ്ലിമെന്ററിയിൽ പാസ്സായ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, സപ്ലിമെന്ററിയിലൂടെ പാസ്സായതിന്റെ റിസൾട്ട് ഇതിൽ കാണില്ല. ആ വിഷയം ഒരിക്കലും തോൽക്കൂല. നമ്മൾ ജയിച്ച വിഷയം തോൽക്കില്ല. പക്ഷെ മോഡറേഷനിലൂടെ ജയിച്ച വിഷയമാണെങ്കിൽ അതിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യൽ നിർബന്ധവുമാണ്. അതിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഗ്രേസ് മാർക്ക് മാത്രമേ ബാക്കിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മോഡറേഷനിലൂടെ പാസ്സായ വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് മാർക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഈ കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത്, ഇതിൽ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യുക? എഡിറ്റിംഗ് ഏറ്റവും നല്ലത് ലാപ്പ് ഉപയോഗിച്ച് ചെയ്യാനാണ് കഴിയുന്നത്. അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടലിൽ ഒരു വട്ടം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് എന്ന് വരും. ആ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതിൽ എഡിറ്റിംഗ് നടത്താം. മൊബൈലിൽ ചിലപ്പോൾ അത് സാധിക്കണം എന്നില്ല. നിലവിലുള്ള മാർക്ക് ചിലപ്പോൾ മാറ്റാൻ കഴിയണം എന്നില്ല. മൊബൈൽ ഫോണുമായി ഇപ്പൊ നിലവിൽ നിങ്ങൾ കൊടുത്തത് അവിടെ 0 ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഏക്കാണോ കൊടുക്കാനുള്ളത് അതിലേക്ക് കൊടുക്കുക. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട വസ്തുതയാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റും എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയമാണ്, ഇതിന്റെ ഗ്രേസ് മാർക്ക് ഉണ്ട്, ആ ഗ്രേസ് മാർക്ക് വെറുതെ കൊടുത്തിട്ടൂടെ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ വിഷയത്തിന് നോട്ട് എലിജിബിൾ എന്നാണ്, ഇവിടൊക്കെ പിന്ന് സിക്കാണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ ഞാൻ എനിക്ക് 2 മാർക്ക്, ഇവിടെ 5 മാർക്ക് കൊടുത്ത് ഇനി 2 മാർക്ക് ഉണ്ട്, ഇവിടെ 3 മാർക്ക് ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടൂടെ എന്ന് വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നതിന് മാർക്ക് കൊടുത്തിട്ടേ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ നമ്മൾ 2 മാർക്ക് കൊടുത്തോണ്ട് കാര്യമില്ല. ഗ്രേഡ് ചേഞ്ച് ചെയ്താൽ നമ്മളെ പെർസെന്റേജിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 35 ആണ് പി ഗ്രേഡ് എന്ന്, അത് 45 എത്തി സി ഗ്രേഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഗ്രേഡ് കൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് മാർക്കാണ്. ഇത് 38 എത്തിയാലും 39 എത്തിയാലും ഇതിന്റെ ഇമ്പാക്ട് മാർക്ക് ലിസ്റ്റിൽ സെയിം ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്. 6-ാം തീയതി അവസാനിക്കും. അതിനു മുമ്പ് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.